Very nice, mom. Good. Very good. Thank you. അർച്ചന, എന്താ സൂപ്പർ ലാൻഡിങ് ആയിരുന്നല്ലോ. ആണോ? താങ്ക് യു. കറക്റ്റ് ആയി. നിനക്ക് എന്താ തോന്നിയേ? കുഴപ്പമില്ല അല്ലേ? നീ ചുമ്മാ അഭിനയിക്കുക, ചുമ്മാ കോൺഫിഡന്റ് ആയിട്ടിരുന്നിട്ട് കുഴപ്പമില്ലല്ലേ എന്നൊക്കെ ഇല്ലേ, ചുമ്മാ ജാട. അതല്ല, ജഡ്ജസിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോഴാണല്ലോ അതിനൊരു. എന്നാ ചോദിക്കാം നമുക്ക്. MG സർ. അർച്ചനക്കുട്ടി സർ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. സെലക്ഷൻ, സോങ് സെലക്ഷൻ, ഇത് ആര് കേട്ട് കഴിഞ്ഞാലും ഇങ്ങനെ നമ്മളിങ്ങനെ തല ഇങ്ങനെ കുരിഞ്ഞിരുന്നു പോകും. അത്രയ്ക്ക് മെലോഡിയസ് ആയിട്ടുള്ള ഒരു സോങ്ങാണ്, ഒരു പാട്ട്, രചനയും എല്ലാം നന്നായിട്ട് പാടി.
പക്ഷെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഇതിനെക്കാട്ടില് ചില എക്സ്പ്രഷൻസ് ഉണ്ട് ഇതിനകത്ത്. അതായത് എന്നുവരും നീ, അതിന്റെ ഗമകങ്ങളുണ്ടല്ലോ, അതൊന്ന് പാടിക്കേ. അവിടൊക്കെ കുറച്ചുകൂടെ എംഫസൈസ് കൊടുക്കുക. നീ എന്നുവരും നീ, എന്റെ നില പൈ വെറുതെ ഇപ്പൊ കറക്റ്റായി ആ കുണുക്ക്. പിന്നെ മൈക്ക് കുറച്ചൊന്ന് അകറ്റി വെച്ച് പാടാവോ? നെക്സ്റ്റ് ലൈൻ. വെറുതെ കാണാ വെറുതെ 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 ചിരിക്കാൻ തമ്മിൽ വെറുതെ വെറുതെ മിണ്ടാൻ. ഗുഡ് ഗുഡ് ഗുഡ്. മൈക്ക് കുറച്ച് ഡിസ്റ്റൻസ് വെക്കാം, ഇല്ലെങ്കിൽ ഒരു മുഴക്കം തോന്നും ചില പോർഷൻസിൽ. പിന്നെ നമ്മുടെ പണി ഏരിയ കറക്റ്റ് ആയിരുന്നു കേട്ടോ. വെരി ഗുഡ്. പക്ഷെ അത് ചെറിയൊരു പണി നമുക്ക് തന്നതാണോ എന്നും എനിക്കൊരു സംശയമുണ്ട്. കാരണം ഏറ്റവും ചെറിയ ചരണം നോക്കി എടുത്തു പാട്ട്. അത് ക്ലെവർലി യു ഡിഡ്. പെട്ടെന്ന് തീർന്നു പോയല്ലോ. പെട്ടെന്ന്. ദാറ്റ് വാസ് എ സ്മാർട്ട് ഡിസിഷൻ. വാട്ട് യു സെഡ് ഈസ് കറക്റ്റ്. അപ്പൊ എനിക്കൊന്നും പറയാനില്ല, ഇത്രയേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ക്ഷണിക്കാം. ടെക്നിക്കലി കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ഒക്കെ. ബേസിക്കലി ആ നോട്ട് ഏതാണെന്നുള്ളത് നമുക്ക് കേൾക്കണില്ലായിരുന്നു, അത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം സ്പെഷ്യലി അനുപല്ലവിന്റെ ഫസ്റ്റ് വേർഡിനല്ല നീയില്ലെങ്കിൽ, അത് ഏതൊക്കെ നോട്ട്സ്, അതൊരു ഗ്ലൈഡ് പോലെ ആണ് ഫീൽ ചെയ്യുക. അത് കറക്റ്റ് ഏതൊക്കെയാണ് നോട്ട് നമ്മൾ അതൊന്ന് പാടുമോ? അങ്ങനെയാണോ ഒറിജിനൽ? അങ്ങനെ ഗ്ലൈഡ് ചെയ്തിട്ടാണോ പോകുന്നത്? ആണല്ലേ, ഓക്കെ. പക്ഷെ ഗ്ലൈഡ് ചെയ്താൽ നോട്ടുണ്ട്. അതെ, നോട്ടുണ്ട്. പക്ഷെ അത് നോട്ട് മനസ്സിലാവുന്നില്ല. നോട്ട് ടച്ച് ചെയ്ത് പോണം. അതെ, പാടിക്കേ. ഒരു ഓഫ് നോട്ട് വരുന്നുണ്ട്. നീയും പായും ടച്ച് ചെയ്യണം. ഇല്ല, കുഴപ്പമില്ല. ഒരു ഓഫ് നോട്ട് കയറി വന്നു, അതിലും വന്നു ചരണം ബിഗിനിങ് ഓർമ്മയിൽ നിന്നും. പിന്നെ അതിനിടയിൽ ഒരു വരി പോയടി. അതെ, എക്സ്പ്രഷൻ നോക്കി ഒരു വരി ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു സംഭവം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നെഞ്ചില് മോഹം. നെഞ്ചില് മോഹം. എന്തോന്ന് നെഞ്ചില് മോഹം? കുഴപ്പമൊന്നുമില്ല. അതെ. പക്ഷെ അർച്ചന എന്തൊക്കെ പറഞ്ഞാലും വൻ ഫീൽ ആയിരുന്നു കേട്ടോ, ഭയങ്കര ഫീൽ ആയിരുന്നു. ഇനി പ്രാക്ടീസ് ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാനിഖാൻ. ശരത് സർ. കം ഓൺ എവരിബഡി. സർ നന്നായിട്ട് പാടി. താങ്ക് യു സർ. എനിക്കുള്ളത് ഇപ്പൊ എന്ന് വരും നീ, അടുത്ത് എന്ന് വരും നീ, അതിനൊക്കെ ഒരു ക്ലാരിറ്റി വേണം. അതെപ്പം പാടുമ്പോഴും വേണം. അത് വല്ലപ്പോഴും വന്നാൽ മതിയോ? എന്ന് വരുന്നത് നമുക്ക് കറക്റ്റായിട്ട് അറിയണ്ടേ? എന്തോ ഞാൻ അറിയിപ്പോകട്ടെ പറഞ്ഞ് എന്റെ തൊണ്ട ഈ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുക. പാട്ടും അതാണല്ലോ, എന്ന് വരും. അതാ അങ്ങനെ ഞങ്ങള് കാത്തിരിക്കണമെന്നാണോ പറഞ്ഞത്? ആ സംഗതി എന്ന് വരും അത് പറ്റത്തില്ല, നടക്കില്ല. അണ്ണാ അങ്ങനല്ല, എപ്പ വരുമെന്നാണ്. എപ്പ വരുമെന്നാ സംഗതി. അതുമല്ല, എനിക്ക് എന്നുള്ളതിന് വരെ ഈ എന്നാ കേൾക്കുന്നത്. എന്നു ആണോ? എന്ന് എന്നുവരും നീ, എന്നുവരും നീ, എന്റെ നിലാപ്പന്തലിൽ വെറുതെ എന്റെ മതി കേട്ടോ. അത് ഈ കിനാപ്പന്തലൊക്കെ ആദ്യം പാടിയപ്പോ കൈവിട്ടു പോയി. അങ്ങനെ വരരുത്. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്തോളുക കേട്ടോ. പിന്നെ രാവിൻ ചന്ദൻ നല്ലതായിരുന്നു, നല്ലൊരു വരി അങ്ങ് മാറ്റി പോട്ടെ. അത്രയൊക്കെ ഉള്ളു കേട്ടോ. ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ചില ഏരിയ ഒക്കെ വണ്ടർഫുൾ ആയിരുന്നു.
കേട്ടോ. അപ്പൊ അർച്ചന ശ്രദ്ധിക്കേണ്ടത് ഈ മൈക്ക് ഇപ്പൊ അണ്ണൻ പറഞ്ഞ ഒരു വളരെ അതെ. വാലിഡ് ആയിട്ടുള്ള വണ്ണാക്കിനകത്ത് എടുത്തിട്ട് പാടരുത്, ഒന്നും കേൾക്കത്തില്ല. അത്രേ ഉള്ളൂ ചക്ര. താങ്ക് യു സർ. താങ്ക് യു സാർ. ചേച്ചി അർച്ചന മാം. അർച്ചന സ്വീറ്റ് സോങ് സെലക്ഷൻ താങ്ക് യു മാം. നല്ലപോലെ ആസ്വദിച്ച് പാടുന്നുണ്ടായിരുന്നു. അർച്ചന കണ്ണൊക്കെ അടച്ച് അർച്ചനയുടേതായ ഒരു ലോകത്ത് ഈ പാട്ട് ഇമാജിൻ ചെയ്ത് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ റൗണ്ടിന്റെ പ്രാധാന്യം എന്താണ്? ലയം റൗണ്ട് അത് ഗംഭീരാക്കി. താങ്ക് യു മാം. കൃത്യമായി താളത്തിൽ ഒത്തുപോയി. നമ്മുടെ ഓർക്കസ്ട്ര സൂപ്പറായിട്ട് വായിച്ചു. മോളെ നല്ല സെലക്ഷൻ. എന്തായാലും എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതിയതൊക്കെ തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. നന്നായിരുന്നു. ഡൈനാമിക്സ് കുറച്ച് കൂടിയത് കൊണ്ട് മോളുടെ ലെവല് ചില ക്ലാരിറ്റി കുറവ് വന്നു. സംഗതികൾക്കൊരു ക്ലാരിറ്റി കൂടി ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ചില വോളിയം കൂടും, വോളിയം കുറയുന്നു. അതിന് ആ ഒരു ഭാവം കൃത്യമായിട്ട് നിലനിർത്താൻ ഒന്ന് ശ്രമിക്കണം. ഓക്കെ, അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ബ്യൂട്ടിഫുൾ, താങ്ക് യു മാം. സുന്ദരിയായിട്ടുണ്ട് കാണാൻ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ ഇറ്റ്സ് ഓക്കേടാ, ഇറ്റ്സ് ഓക്കെ. ഓക്കെ അർച്ചന, ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. മഞ്ജരി ചേച്ചി. അർച്ചനയ്ക്ക് ഈ പെർഫോമൻസിന് 9 മാർക്സ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഞാൻ പറയട്ടെ, അർച്ചന സർ. 9 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സാർ. 9.1. താങ്ക് യു സർ. എം ജി സാർ. നല്ല മുട്ടായി പോലത്തെ മാർക്ക്. ആഹാ, മധുരമുള്ളത്. താങ്ക് യു. ഓക്കെ, സോ ടോട്ടൽ 27.1. താങ്ക് യു. So